ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ കുട്ടികളുടെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം ഉള്ളതൊരു അയ്യപ്പൻ ക്ഷേത്രത്തിൽ ഇവിടെ അടുത്തുള്ള റെയിൽവേ കോളനി അയ്യപ്പൻ ക്ഷേത്രത്തിലാണ് പരിപാടി. അപ്പോൾ കുട്ടികളെല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവും. ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യണത്. പിന്നെ മാള് വരുന്നില്ല. മാള് ഈവനിങ് ടൈമാണ്. ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞില്ലേ പനി? ഇനിയിപ്പോ ഇപ്പൊ കുറഞ്ഞു. ചെടിയുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ ഞാൻ പ്രോഗ്രാമിന് പോവാണ്. അപ്പൊ ശരി തല്ലേ കേട്ടോ മാളു. ഈവനിങ് ടൈമിൽ അച്ഛയുടെ കൂടെ വരൂ. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങൾ, അമ്പലം എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, കുട്ടികൾ ഒന്നും എത്തിയിട്ടില്ല. ഇപ്പം ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും വിളിച്ചു. ഓൺ ദി വേ ആണ് കുട്ടികൾ. പിന്നെ ഇതാണ് നമ്മുടെ ഗേറ്റ്, കണ്ടോ? ഈ ഭാഗം ഗേറ്റ്, ദെൻ അമ്പലം ഈ ഭാഗത്ത്. പിന്നെ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. നമ്മുടെ സ്റ്റേജാണിത്. പിന്നെന്താ, ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവരും എത്തിയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. മേക്കപ്പ് വീഡിയോ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എല്ലാവരും എത്തിയിട്ട് കാണാം. അപ്പോൾ അണിയറ ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ സ്റ്റേജിൻ്റെ സൈഡായിട്ട് ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഇങ്ങനെ കയറുക. പിന്നെ ഇത്രയും ഒരു വലിയൊരു ഹാൾ തന്നെയാണ്. ദെൻ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുണ്ട്. അപ്പോൾ കുട്ടികളെത്തട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരാളെത്തി, ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മീനെ പരിചയപ്പെട്ടാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളവരൊക്കെ വരട്ടെ. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഞാനൊരു 12:30 എത്താനാണ് പറഞ്ഞേ. പക്ഷേ എല്ലാവരും ഇങ്ങനെ ലേറ്റ് ആവണു ഗൈസ്. എന്ത് ചെയ്യാം? ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഒരു 10 മിനിറ്റായി. അപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. ഇനിയും എത്താനുണ്ട്. ഓക്കെ, നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്താം. അബിദേ, ഹായ് പറയൂ. ശ്രീലക്ഷ്മിയെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. ഇത് ശ്രേയ. ഓക്കെ, ദെൻ എവിടെ? രശ്മി, ദെൻ സനയ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോരുത്തർ വരുമ്പോൾ കാണാം. ഗൈസ്, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. രശ്മി ഹായ് പറഞ്ഞാണല്ലേ? രശ്മി നേരത്തെ ഹായ് പറഞ്ഞ. ദെൻ ശ്രേയ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ. ദെൻ ശ്രീലക്ഷ്മിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആരാ? മാളവിക. ദെൻ ഇവിടെ അബിത ഹായ് പറഞ്ഞിരുന്നോ? ഓക്കെ. അപ്പം ഇവർ പരസ്പരം ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് നല്ല കുട്ടികളാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്പുള്ള എൻ്റെ സ്റ്റുഡൻസാണ് ഇവരൊക്കെ. ദെൻ അതുല്യ ഒരു ഹായ് പറഞ്ഞേ. സനയ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഇനി ഇവിടെ ഉള്ളത് അക്ഷയ. ഹായ് അക്ഷയ. പിന്നെ ആരുള്ളേ? സുഭശ്രീ. പിന്നെ ആരുള്ളേ ഇവിടെ അടുത്തത്? അതിഥി. അപ്പോൾ ഇത് സ്റ്റേജിൻ്റെ ബാക്കാണ്. അപ്പോൾ ഇവിടെ തലമുടി കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കുന്നു. ഇനി ഞങ്ങൾ ഏകദേശം ഉള്ളവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി എത്ര പേരുണ്ട് മേക്കപ്പിന്? 2 പേര്. ഇനിയിപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് കാണാം. മതി മേഡം. എല്ലാ ദിവസവും എല്ലാ ഉത്തരവും ഞങ്ങൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്.
തുറക്കാതെ ചെയ്യാൻ പ്രതിനിധിയുണ്ട്. മേക്കപ്പിൻ്റെ തിരക്ക് കാരണം കൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളുടെ അടുത്ത് ഈ സമയത്തൊക്കെയാണ് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും സമയമായി 7 മണിയായി. ഇനിയിപ്പോൾ പരിപാടിക്ക് കയറാനുള്ള ടൈമായി. അപ്പോൾ ദക്ഷിണ വാങ്ങുക എന്നുള്ള ചടങ്ങിലേക്കാണ് ഇപ്പോൾ കിടന്നിരിക്കുന്നത്. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുട്ടികൾ കളിക്കുന്ന കുറച്ച് ക്ലിപ്സും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. ഒന്നിനൊന്നും സമയം കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ വീഡിയോസ് എടുക്കാനുള്ള ഒരു സമയവും സാഹചര്യവും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഓക്കേ, കോപ്പിറൈറ്റ് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ട് പാട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കുറച്ച് പോർഷൻസ് മാത്രമായിട്ടുള്ള വീഡിയോസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക പരിപാടിയുടെ ഒരു സമാപന ചടങ്ങ്. പിന്നെ നമ്മൾ ഈ കമ്മിറ്റിക്കാർ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താ മൊമെൻറ്റോ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ചെറിയ ഫോട്ടോ ക്ലിപ്പുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ഓക്കെ, ഫ്യൂഷൻ, അതുപോലെ തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ കോൽക്കളി, അങ്ങനെ ഒരു കുറേ ഐറ്റംസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 ഐറ്റമാണ് പരിപാടിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല അഭിപ്രായമായിരുന്നു പരിപാടിക്ക്. നന്നായി ചെയ്തു, മക്കളെല്ലാവരും നന്നായി ചെയ്തു. ഈ ഒരു ഡിസംബർ 15-നാണ് നമ്മുടെ പരിപാടി. ആ സമയത്ത് എക്സാമും അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് കുട്ടികൾ പ്രാക്ടീസ് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടെ അവർക്ക് കോൺഫിഡൻസ് കിട്ടുക. പക്ഷേ ആ ഒരു പ്രാക്ടീസ് കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്നാലും നന്നായി ചെയ്തു മക്കൾ. അവർ നല്ല എഫേർട്ട് എടുത്ത് പഠിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പിൻ്റെ വീഡിയോസൊന്നും കൂടുതൽ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇത്രയും പേരെ 12 പേരെ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്സൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ അതൊന്ന് ഓണാക്കി ഇട്ടാൽ മതിയല്ലോ വീഡിയോ. അപ്പോൾ അങ്ങനെ പിന്നെന്താ, നല്ലൊരു ഒരു ഈവനിങ്, ഒരു നൃത്തസന്ധ്യ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിയൻസിനൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഓഡിയൻസ് ഭാഗത്ത് എത്ര പേര് ഓഡിയൻസ് എത്തിയെന്നൊന്നും, കാരണം അത് സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുടെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഓരോ പാരൻസുകൾ എടുത്ത വീഡിയോസാണ് ഞാൻ ഇടുന്നത്. കാരണം ഞാൻ എടുത്തിട്ടില്ല വീഡിയോസുകൾ. അപ്പോൾ അങ്ങനെ പിന്നെന്താ, അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഏകദേശം ഒരു വിധം വ്ളോഗിൻ്റെ എന്താ പറയുക ആയിന്ന് വിചാരിക്കണം അത്രത്തോളം. ഇത് മൊമെൻറ്റ് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. മൊമെൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഭാഗമാണ്. കമ്മിറ്റിക്കാർ വളരെയധികം നല്ല സപ്പോർട്ടീവായിട്ടുള്ള, കലയെ സ്നേഹിക്കുന്ന കമ്മിറ്റിക്കാരുമാണെച്ചാലും നമ്മുടെ ഓഡിയൻസ് ആണെച്ചാലും നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ എനിക്ക് ഇവർ പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ചെറിയൊരു വ്ളോഗായിട്ട് ഇത് മാറുന്നു. അതിമനോഹരമായ സുദിനം ധന്യമാക്കിയ എല്ലാ കലാകാരികൾക്കും. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഞാൻ വീടെത്തി. അവിടുത്തെ വീഡിയോസ് കുറച്ചൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ അവിടുന്ന് അമ്പലത്തിൽ നിന്നൊന്നും എടുക്കാനേ പറ്റിയില്ല. മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഓക്കെ എന്നാൽ ബൈ.